ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഉറപ്പായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു അടിപൊളി ഉണക്കച്ചെമ്മീൻ ഉലർത്താണ് കേട്ടോ. ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളിവിടെ ഉണക്കച്ചെമ്മീൻ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ളത് തേങ്ങാക്കൊത്താണ്. ഒരു ചെറിയ മുറി തേങ്ങയുടെ മുഴുവൻ കൊത്തും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ളത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയാണ്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് അമ്മിയിലിട്ട് ചതച്ചെടുക്കണേ. ഇപ്പോൾ അതേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനായും നമ്മൾ അമ്മിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുളിയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് നമ്മൾ 2 കഷ്ണം കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉലർത്ത് തയ്യാറാക്കാനായിട്ട് മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തലയും വാലും കളഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ കുറച്ചേറെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉലർത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ കൂടുതലായിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണേ. പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത ശേഷമാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനിയാണ് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആ ഒരു വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉണക്കച്ചെമ്മീനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ആ ഒരു ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തന്നെ തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയ ശേഷം 2 കഷ്ണം ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി അതൊരു ബ്രൗൺ കളറായ ശേഷം നമ്മൾ ആ വറ്റിച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ മുഴുവനായിട്ടും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരം ആ എണ്ണയിൽ കിടന്നൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റോളം എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീൻ ഉലർത്ത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉലർത്ത് ഇവിടെ നല്ലതുപോലെ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. കളർ മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ഉണക്കച്ചെമ്മീൻ ഉലർത്തിന്. എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.